നേരെ ചൊവ്വിന് ഒരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഒരു ഏകദേശം ഒരു പകുതിയോളം വീട്ടിലെ പോരാളിയായി മാറിയിട്ടുണ്ട്. പിന്നെ കുക്കിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം വയറ് വിശന്നിട്ടുണ്ടെങ്കിൽ എത്ര അറിയാൻ പാടാത്തവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചുണ്ടാക്കി പോകും. അങ്ങനെ തന്നെയാണ് ഞാനും കുക്കിംഗ് പഠിച്ചിട്ടുള്ളത്. പിന്നെ എന്റെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാൻ സമ്മതിക്കാറില്ല. കാരണം കൈ കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെട്ടി എരിഞ്ഞ് കുളമാക്കുന്നത് കൊണ്ട് ക്ലീനിങ് പരിപാടിയാണ് കൂടുതലും ചെയ്യിപ്പിക്കാറ്. അപ്പൊ ക്ലീനിങ് ഇഷ്ടമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇഷ്ടമൊന്നുമല്ല. പിന്നെ നമ്മളല്ലാണ്ട് വേറെ ആരും ചെയ്യാനുള്ളല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ വെറുത്ത് എവിടേക്കോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അല്ലൂസിന് 3 വയസ്സാവാറായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ചേട്ടന്റെ വായിന്ന് ചാടാൻ സാധ്യതയുള്ള ഒരു ഡയലോഗ് ഉണ്ട്. കൊച്ചിനെ വേണമെങ്കിൽ പ്ലേ സ്കൂളിലാക്കിയിട്ട് നീ വേണമെങ്കിൽ ജോലി എന്താന്ന് വെച്ചാൽ നോക്കിക്കോ, കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു ഓഫർ നമുക്ക് കിട്ടുമ്പോൾ ഓൾറെഡി നമ്മുടെ വീട്ടിലെ പണി എന്തായാലും ചെയ്യണം, പിന്നെ പുറത്ത് പോയി ആ പണിയും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും എത്ര പേരാണ് ഇതുപോലെ മൾട്ടി ടാസ്ക് ചെയ്യുന്നത് അല്ലേ? ശരിക്കും വീട്ടിലെ പോരാളി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഒരു ദിവസം എങ്ങാനും ഡൗൺ ആയി പോയാൽ അന്നത്തെ ദിവസം പട്ടിണി കിടക്കേണ്ട വരും. ഇതുപോലത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്റെ തലക്കൂടെ കയറി ഇറങ്ങി പോകാറുള്ളത് കേട്ടോ. വീട്ടിലെ ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ചെയ്യാൻ നിൽക്കരുത്, ആകെ ടയർഡായി പോകും. ഇതുപോലെ ഓരോരോ ദിവസങ്ങൾ കുറച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വേഗം ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ പറയണതൊക്കെ കേട്ടിട്ട് ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു നല്ല കുട്ടിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. ഞാൻ നല്ലൊരു മടിച്ചിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയാണ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ചെയ്തങ്ങോട്ട് പോകും. ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടി നിന്നപ്പോൾ ചേട്ടൻ വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരം കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ബൈ ദ ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.